So for the time they are changing. So after addressing the public, Dylan addresses writers and critics who prophesy with their pen, and he is also giving a kind of warning to writers and critics, not to be hasty to make certain conclusions regarding the events that are happening in this place now. ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് ചില ധാരണകളിലേക്കോ എഴുത്തുകളിലേക്കോ നിരൂപണങ്ങളിലേക്കോ ഒന്നും എത്തരുത്. കാരണം എന്താണ്? the wheel is still in spin. The samaya wheel is actually, the wheel of time is still in spin, and there is no telling who that it's naming. For the loser now will be later to win. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന ചില ആളുകളായിരിക്കും അവർ പക്ഷേ നാളെ ഇവിടുത്തെ ഭരണചക്രം തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ അധികാരത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അടിച്ചമർത്തപ്പെട്ടവർ എന്നും അടിച്ചമർത്തപ്പെട്ടവരായി തന്നെ തുടരുമെന്ന് കരുതി നിങ്ങൾ അത്തരത്തിലുള്ള എഴുത്തുകളിലേക്കും നിരൂപണങ്ങളിലേക്കും ഒന്നും എത്തരുതേ എന്ന് ആരോട് പറയുന്നു? എഴുത്തുകാരോടും നിരൂപകരോടുമായി പറയുന്നു എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഹൗ ദ നെക്സ്റ്റ് stanza goes. Come writers and critics. And then he turns to politicians. Come senators, congressmen, please heed the call, and don't stand in the doorway and don't block up the hall. For he that gets hurt will be he who has stalled the battle outside raging. അവിടെ നിങ്ങൾ കാണണം, ഈ പറഞ്ഞ ഒരു കൊളോക്കിയൽ എക്സ്പ്രഷൻ എന്നുള്ള നിലയിലാണ് ഈ റേജിൻ. ഇറ്റ്സ് നോട്ട് റേജിൻ, ഇറ്റ്സ് റേജിങ്. ഓക്കെ. And will soon shake your windows and rattle your walls, for the times they are changing. So now the singer is actually addressing politicians. So come senators and congressmen, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കൂ, രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ അവരോടാണ് പറയുന്നത്. പ്ലീസ് ഹീഡ് ദ കോൾ, ഡോണ്ട് സ്റ്റാൻഡ് ഇൻ ദ ഡോർവേ. ഡോണ്ട് ഇന്ററപ്റ്റ് us, ഡോണ്ട് സ്റ്റാൻഡ് ഇൻ ദ ഡോർവേ. You have power, and don't think that you can always suppress us. Okay, don't think that you can always subjugate us. Don't feel that we will be your slaves forever. നിങ്ങളുടെ അധികാരത്തിൻ്റെ അടിമകളായി, അല്ലെ അധികാരങ്ങൾ പ്രയോഗിക്കപ്പെട്ട് അടിമകളായി മാറുന്ന ഒരു ജനതയായി ഞങ്ങൾ എല്ലാവരും എല്ലാ കാലവും തുടരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരെയും പൊതുവിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ ആ കാര്യത്തിൽ. ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ആരാണ്, അല്ലെങ്കിൽ ഡിലൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്നുള്ള നിലയിലാണ് അത് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ. സോ കം സെനറ്റേഴ്സ്, കോൺഗ്രസ്മെൻ, പ്ലീസ് ഹീഡ് ദ കോൾ, ഡോണ്ട് സ്റ്റാൻഡ് ഇൻ ദ ഡോർവേ. Don't stop us, don't try to stop us, don't block up the hall. Don't try to stop us from entering the hall or coming to the hall. For he that gets hurt will be he who has stalled the battle. The battle outside raging will soon shake your windows and rattle your walls. So now you may hurt us. You may hurt the protesters. ഇന്ന് നിങ്ങൾ ഈ സമരം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്തുമായിരിക്കാം. പല ആളുകൾക്കും പരിക്കേൽക്കുന്നുണ്ടാവാം. ഈ പരിക്കേൽക്കുന്ന ആളുകളെല്ലാം എല്ലാ സമയവും പരിക്കേൽക്കുന്ന ആളുകൾ മാത്രമാവുമെന്ന് കരുതണ്ട. ബിക്കോസ് ദ ബാറ്റിൽ ഔട്ട്സൈഡ് ഈസ് റേജിങ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് ബാറ്റിൽ? പുറത്തെന്തോ ഒരു യുദ്ധം നടക്കുന്നു എന്നുള്ള ലിറ്ററൽ അർത്ഥത്തിലല്ല എടുക്കേണ്ടത്, മറിച്ച് ഇവിടെയുള്ള അവകാശ നിഷേധങ്ങൾക്കെതിരെയുള്ള വലിയ സമരങ്ങൾ പുറത്ത് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുവെന്നും അത് രാഷ്ട്രീയക്കാർ തിരിച്ചറിയണമെന്നുള്ള പറച്ചിലാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. സോ ബാറ്റിൽ ഔട്ട്സൈഡ് ഈസ് റേജിങ് ആൻഡ് ദിസ് ബാറ്റിൽ വിൽ സൂൺ ഷേക്ക് യുവർ വിൻഡോസ് ആൻഡ് റാറ്റിൽ യുവർ വാൾസ്. ഈ പ്രകമ്പനം കൊള്ളിക്കുന്ന ഈ സമരങ്ങൾ, ഈ പ്രതിഷേധങ്ങൾ നിങ്ങളുടെ ചില്ലുകൾ ജനാലകളുടെ ചില്ലുകൾ ഉടയ്ക്കുകയും നിങ്ങളുടെ കെട്ടിടങ്ങൾ ഇടിച്ച് തകർക്കുകയും ഒക്കെ ചെയ്യാൻ പോകുന്ന അത്ര ശക്തിയുള്ളവയാണ്. സോ ബി വെരി കോഷ്യസ് ആൻഡ് ബി വെരി very cautious, and always remember that there are people outside of you, or outside the political system, or there is a mass public who have more power than the senators and congressmen. Senators and congressmen എന്നത് പൊളിറ്റീഷ്യൻസ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ മനസ്സിലാക്കേണ്ടത് എന്നാണ്
പറയാനുള്ളത്. സോ ഇറ്റ്സ് ബാറ്റിൽ, സോ the battle outside is raging. And then comes to mothers, to family now. Come mothers and fathers throughout the land, and don't criticize what you can't understand. Your sons and your daughters are beyond your command. Your old road is rapidly aging. Its aging is actually aging. And please get out of the new one if you can't lend your hand, for the times they are changing. Now to mothers and fathers. Okay, now to family. Come mothers and fathers throughout the land. ഈ നാട്ടിലുള്ള അച്ഛനമ്മമാരോട് ഉള്ള പറച്ചിലാണ്. Don't criticize. See, you fathers and mothers, don't criticize what you can't understand. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യത്തെ നിങ്ങൾ വെറുതെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കരുത്. Your sons and your daughters are not those kids right now. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മകനും മകളും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ആ ചെറിയ കുട്ടികളല്ല. And don't try to control them always. Okay, and don't criticize things you can't understand. നിങ്ങൾക്ക് മനസ്സിലാകിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യരുത്. മറിച്ച് എന്ത് ചെയ്യണമെന്നാണ്, you should also realize that your old road is rapidly aging. Your old road is rapidly aging, and your ways, നിങ്ങളെല്ലാവരും പ്രായമാകുന്നു എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. അതുമല്ലെങ്കിൽ the way you thought is different now. Now people think in a different way, or the next generation of people think in a different way. So if you can't understand things, or if you can't understand the ways of or ways and manners of the new generation, don't try to criticize them. Instead, please realize that your ways, your old road is, ഈ ഓൾഡ് റോഡ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രായമാകുന്നു എന്നുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള അർത്ഥത്തിലും എടുക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ പഴയ രീതികളെല്ലാം അപ്രസക്തമാവുന്നുവെന്നോ, അല്ലെങ്കിൽ പുതിയ രീതികൾ, പുതിയ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നുള്ള തിരിച്ചറിയൽ ഉണ്ടാവണമെന്നുള്ള പറച്ചിലാണ്. So the old road is rapidly aging, and please get out of the new one if you can't lend your hand, for the times they are changing. Okay, so what you can do is, parents, mothers and fathers, what you can do is, do understand the ways are different now. Okay, and please get out of the new way if you can't lend your hand. ഒന്നുകിൽ ഞങ്ങൾക്ക് കൈ തരൂ, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വരൂ, കൈ ഇങ്ങ് തരൂ, കൈകൾ നീട്ടൂ, ഞങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ കൈ വയ്ക്കൂ. വി വിൽ ടേക്ക് യു വിത്ത് അവർ വേസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വഴിമുടക്കികളായി ഇവിടെ കിടക്കരുത്. ഒന്നുകിൽ ആ വഴിയിൽ നിന്ന് മാറി തരിക, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം വരിക. Okay, so this is the address to, this is how Bob Dylan addresses mothers and fathers, that is family. Okay, so look at the structure. ആദ്യം എല്ലാ ആളുകളോടും പറയുന്നു, കം ഗ്യാദർ പീപ്പിൾ, റൗണ്ട് പീപ്പിൾ എന്ന് പറയുന്നു. പിന്നീട് എഴുത്തുകാരിലേക്കും വിമർശകരിലേക്കും വരുന്നു, പിന്നീട് രാഷ്ട്രീയക്കാരിലേക്ക് വരുന്നു, പിന്നീട് കുടുംബത്തിലേക്ക് വരുന്നു. So look at the way. Okay, so and what you can't understand, and please get out of the new one if you can't lend your hand, for the times they are changing. കാരണം എന്താണ്, നീ ഈ മാതാപിതാക്കളോടൊക്കെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ദ ടൈം ഈസ് ചേഞ്ചിങ്. സി, പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സമയം മാറിക്കൊണ്ടേയിരിക്കുന്നു, പുതിയ അധികാരത്തിൻ്റെ പുതിയ ക്രമങ്ങൾ വരാൻ തുടങ്ങുന്നു, അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടക്കുന്നു. ആൻഡ് ഇറ്റ്സ് എ ടൈം വെയർ എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. സോ അറ്റ് ദാറ്റ് ടൈം ഡോണ്ട് ക്രിട്ടിസൈസ് വാട്ട് യു കാണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇഫ് യു വാണ്ട് ടു ബി വിത്ത് us, you just lend your hand. Otherwise, don't stop us from our path, or don't stop us from exploring the new ways of the new world. Okay, and the line it is drawn, the curse it is cast. The slow one now will later be fast, as the present now will later be past. The order is rapidly fading, and the first one now will later be last. എന്തുതരം ലോകമാണെന്ന് നോക്കൂ. The line it is drawn, the curse it is cast. See, the lines you draw, the curse you cast, everything will change, because this line, അതായത് പഴയത് പുതിയത്, നല്ലത് നന്മ തിന്മ തുടങ്ങിയിട്ടുള്ള അതിർവരമ്പുകളൊക്കെ തന്നെയും മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇന്ന് തിന്മ എന്ന് കരുതിയത് പിന്നീടുള്ള നന്മയായി മാറുമായിരിക്കാം. ഇന്ന് നിങ്ങൾ കൊടുക്കുന്ന ശാപം പിന്നീട് വലിയ ഗുണമായി പരിണാമപ്പെട്ടേക്കാം. കാരണം എന്താണ്? ബിക്കോസ് ദ ടൈം ഇസ് ചേഞ്ചിങ്. Okay, so the slow one now will later be fast. Okay, now you make fun of people who are slow. പതിയെയാണ് വരുന്നതെന്ന് പറഞ്ഞ ആളുകളെ നിങ്ങൾ കളിയാക്കും. ചിലപ്പോൾ ആ പതിയെ വരുന്നവരായിരിക്കും നാളത്തെ നേതാക്കൾ, അല്ലെങ്കിൽ നാളത്തെ ഇവിടുത്തെ അധികാരമുള്ള ആളുകൾ. അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. Okay, so the slow one now will later be fast, and the present, just എന്തുപോലെ the present now will later be past. ഇന്നത്തെ വർത്തമാനകാലം എന്ന് പറയുന്നത് നാളെ
നാളത്തെ ഒരു പാസ്റ്റാണ്. ദ പ്രസൻറ്റ് ഈസ് ടുമോറോസ് പാസ്റ്റ്. സോ എവറിത്തിങ് ഈസ് ചേഞ്ചിങ്, ടൈം ഈസ് ചേഞ്ചിങ്. സോ ദി ഓർഡർ ഇസ് ഓൾസോ റാപ്പിഡ്ലി ഫേഡിങ്. ദി ഓർഡർ, എല്ലാത്തിനും നിലനിൽക്കുന്ന ക്രമം, ഓർഡർ എന്ന് പറയുന്നത് ആ ക്രമം മാറിക്കൊണ്ടേയിരിക്കുന്നു. സ്ഥിരമായൊരു ക്രമം ഇല്ലാതെയാവുന്നു, തുടർച്ചയായി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ദ ഫസ്റ്റ് വൺ നൗ വിൽ ലേറ്റർ ബി ലാസ്റ്റ്. See, the first one, you may feel that this person is the first one now, but soon the first person will be last tomorrow, will be the last one tomorrow. കാരണം എന്താണ്? Because for the times they are changing. So this is the song, and I request all of you to go through the YouTube link where the song is sung in the accompaniment of guitar and other music backgrounds, other music instruments. So that will give you a different experience. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത് ഇത് ഓരോന്നോരോന്നായി ഒരു കവിത പോലെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. പക്ഷേ ഇതും മറന്നു പോകരുത്, ഇതൊരു കവിതയല്ല, മറിച്ച് ഇതൊരു പാട്ടാണ് എന്നും. It was a popular song in that sense, and it is also a part of the mass culture. And don't forget its connections with American civil rights movement and political turmoil during the 1960s. The web pages I have shown here will be available in the LMS page. If you have any doubts, you can contact me, or when there is a live session, or if you want a live session for more explanation on these poems, this poem or the other chapters we have discussed, feel free to organize a meeting and inform me. We will definitely go for such explanation sessions. And with this we have finished the first semester portion, and thank you for listening.